ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. ടാറ്റ സിയറയുടെ തിരിച്ചുവരവിനെ പറ്റി നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി. ആദ്യം കേട്ടപ്പോൾ ആരും വിശ്വസിച്ചില്ല, സിയറ തിരിച്ചു വരുന്നു, പിന്നെ എന്തെങ്കിലും ഫേക്ക് ന്യൂസ് ആയിരിക്കും, റൂമർ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ടാറ്റ 2023 ഈ വാഹനം ഒന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2025 സ്റ്റാർട്ടിങ്ങിൽ ഭാരത് മൊബിലിറ്റി ഷോയിലൊന്ന് കാണിച്ചു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓരോരോ ഗ്ലിംസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ ലീക്ഡ് ഇമേജസ് ആയിക്കോട്ടെ, സ്പൈ ഷോട്ട്സ് ആയിക്കോട്ടെ, ടാറ്റ തന്നെ വിടുന്ന ഒഫീഷ്യലി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആദ്യം ഇലക്ട്രിക് വണ്ടിയാണ് കാണിച്ചത്. അതിനുശേഷമാണ് പിന്നെ 2025 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഇപ്പോൾ ഉള്ള ഒരു മഞ്ഞ കളർ വണ്ടി, അതായത് IC മോഡൽ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള മോഡൽ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ടെസ്റ്റിംഗ് മോഡലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് എമിഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് വെച്ച് അവർ സിയറ പുതിയ മോഡൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും സിയറ വരും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. എന്ന് വരും എന്നുള്ള കാര്യമായിരുന്നു ഇത്രയും കാലമായിട്ട് ഡൗട്ട് അടിച്ചിരുന്നത്. ഫൈനലി അതിൽ ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന നവംബർ 25 ഈ വാഹനത്തിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത്. ഇനി അത് അൺവെയിലാണോ ലോഞ്ച് ആണോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ടാറ്റ ജസ്റ്റ് ഒരു ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലോഞ്ച് ആയാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കാലം അവർ അൺവെയിൽ ചെയ്ത് മടുത്തില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. 2 വർഷമായി വണ്ടി അൺവെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിസൈനൊക്കെ നമ്മളെല്ലാവരും ഇപ്പോൾ ഏകദേശം കണ്ടതാണ്. ഇത് എങ്ങനെ ഇരിക്കും, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ ഏകദേശം അറിയാം. പക്ഷെ അറിയേണ്ടത് ഇതിൻ്റെ പ്രൈസ്, ഈ വാഹനത്തിൻ്റെ ബാക്കി ഫീച്ചേഴ്സ്, പിന്നെ സ്പെക്ക്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഈവൻ സ്പെക്ക് പോലും കുറേയൊക്കെ നമ്മൾ ലീക്ഡ് ഇമേജിലൂടെയൊക്കെ കണ്ട് അതും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നെക്സോണായിട്ടുള്ളൊരു ചെറിയ കമ്പാരിസൺ അവിടെ സൈഡ് ബൈ സൈഡ് കാണാം. നെക്സോണിൻ്റെ സപ്പോമീറ്റർ SUV ആണ് ഈ വണ്ടി. പക്ഷേ അത്യാവശ്യം നല്ല ടോൾ ബോയ് ഡിസൈനിൽ വരുന്ന 4.3 to 4.4 മീറ്റേഴ്സിന് ഇടയിൽ ലെങ്ത് വരാൻ പോകുന്ന ഒരു SUV ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രെറ്റയേക്കാളൊക്കെ ഇത്തിരിയും കൂടെ ഡയമെൻഷൻസിൽ ഈ വണ്ടി മുകളിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വാഹനത്തിൻ്റെ TVC ഷൂട്ടിനിടയിൽ ലീക്കായി വന്നിട്ടുള്ള ഇമേജസ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അകത്താണ് ഇതിൻ്റെ പുതിയ അലോയ് വീൽസിൻ്റെ ഡിസൈനൊക്കെ കാണാൻ പറ്റിയത്. ഇത്രയും കാലം അവർ കാണിച്ചുകൊണ്ടിരുന്നൊരു എന്തോ ഒരു ഫ്ലവർ ടൈപ്പ് ഡിസൈനൊക്കെ ഉള്ള അലോയ്സ് ആയിരുന്നു. എന്തായാലും അതല്ല, അതിന് പകരം നമുക്ക് ഈ ടൈപ്പുള്ള ഡിസൈനാണ് വരുന്നത്. അതും കാണാൻ രസമുണ്ട്. ആൻഡ് ഈവൻ റിയർ ബമ്പറിലാണെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ബമ്പറിലും ആക്ച്വലി കുറച്ച് ചെറിയ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ബോഡി ക്ലാഡിംഗ് എല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ആയിട്ടുള്ള ടച്ചാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ സൈഡിൽ സിയറ ബാഡ്ജിങ് ഇതൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിപ്പം ലോഞ്ച് ഡേറ്റ് മാത്രം ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള എൻ്റെ സിയറയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഉണ്ടെങ്കിൽ. ഇനി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ വണ്ടിയുടെ അൺഡിസ്കൈസ്ഡ് ആയിട്ടുള്ള ഇമേജസിലെ ആദ്യത്തെ സംഭവം. അതല്ലാതെ ഡിസൈൻ നമ്മൾ ഇതിന് മുന്നേ ഭാരത് മൊബിലിറ്റി ഷോയിലൊക്കെ കണ്ടിരിക്കുന്നത് ഏകദേശം ഇതുപോലെയാണ്. ഇതിൻ്റെ IC മോഡൽ, അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള മോഡലിലാണ് ടോപ്പിൽ DRLസിന് താഴത്തായിട്ട് ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വരുന്നത്. ഇലക്ട്രിക് വണ്ടിയിൽ അത് ഉണ്ടാവില്ല. അതിന് പകരം നമുക്കത് ബോഡി കളർ ഫിനിഷിൽ തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനിലും വ്യത്യാസം വരുന്ന IC മോഡലാണ്. മറ്റൊരു ക്ലോസ്ഡ് ഓഫ് എയറോ എഫിഷ്യൻസി ഉള്ള നമ്മുടെ വീൽ ക്യാപ്പ് പോലത്തെ ഡിസൈൻ ആയിരിക്കും വരുന്നത്. എന്തായാലും വണ്ടിയുടെ ഡിസൈൻ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കൊക്കെ നല്ല ഒരു ടിപ്പിക്കൽ ബോക്സി SUV എന്താണോ ആ സെയിം സ്റ്റാൻസ് തന്നെയാണ് അവരിതിന് കൊടുത്തിരിക്കുന്നത്. പൊതുവെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ എല്ലാ വണ്ടികൾക്കും ഒരു സെയിം ഡിസൈൻ പാറ്റേൺ കണ്ടുവരുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സോണിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ സെയിം, പഞ്ചിൻ്റെ ഫ്രണ്ട് ഡിസൈൻ, പ്രത്യേകിച്ച് EVയിൽ എടുക്കുകയാണെങ്കിൽ സെയിം, ഹാരിയറിൻ്റെ ഡിസൈൻ ഫ്രണ്ട് വരുന്ന സെയിം, ഈവൻ ഹാരിയർ EVയുടെ ആണെങ്കിലും കെർവിൻ്റെ ആണെങ്കിലും എല്ലാം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. എന്തായാലും ഈ വണ്ടി അങ്ങനല്ല. ഫ്രണ്ടിൽ നിന്ന് പിന്നെ കണക്റ്റഡ് DRLs ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബാക്കിലേക്ക് വരുമ്പോഴേക്കും നല്ല വ്യത്യാസമുണ്ട്. കണക്റ്റഡ് ആണ് ടെയിൽ ലാംപ്സ് ഒക്കെ, പക്ഷേ സ്റ്റിൽ അവർ അത്രയും ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ടാറ്റ ഇപ്പോൾ ഇറക്കിയിട്ട് കുറേ കാലമായി. അവർ ഇത്രയും കാലം കുറച്ച് കേർവി ആയിട്ടുള്ള വണ്ടികളാണ് ഈ പുതിയ ഡിസൈൻ ഫിലോസഫിയിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ മിക്കവാറും ബോക്സി സ്റ്റൈലിലേക്ക് പോകുമായിരിക്കും. പിന്നെ നമുക്കറിയാം ദി ഒറിജിനൽ സിയറ 1990s ഉണ്ടായിരുന്ന വണ്ടിയിൽ ഒരു ഗ്ലാസ് റൂഫ് പോലത്തെ സംഭവമായിരുന്നു ബാക്കിൽ. അതായത് ബാക്കിലത്തെ വിൻഷീൽഡും പിന്നെ ടോപ്പും എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്യുന്നൊരു ഗ്ലാസ് റൂഫ് ആയിരുന്നു. അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി നമ്മുടെ പാനോറമിക് സൺ റൂഫ് ഒന്ന് കവർ ചെയ്യുന്നതാണ്. അല്ലാതെ ആ ഒരു ഡിസൈൻ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ പറ്റില്ല, സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ കാരണം. പക്ഷെ എന്നാലും അവർ നന്നായിട്ട് മിമിക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിൻ്റെ ലീക്ഡ് ഇമേജ് ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് എങ്ങനെയാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ട് വരാൻ പോകുന്നത്. ആകപ്പാടെ ടോപ്പ് പോർഷനിൽ മാത്രമേ ഒരു കുറച്ച് കവർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓപ്പൺ ആണ്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുള്ള നമ്മുടെ പുതിയ കർവിലും അതുപോലെ ഹാരിയറിലൊക്കെ വന്ന സെയിം സ്റ്റിയറിംഗ് ആണ്, 4 സ്പോക്കാണ്. പക്ഷേ ബാക്കി 3 സ്ക്രീൻ ലേഔട്ട് അത് ഇതുവരെ ടാറ്റയുടെ ബാക്കി വണ്ടികളും നമ്മൾ കണ്ട് പരിചയമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിലും 3 സ്ക്രീൻ ചിലപ്പോൾ സെയിം സൈസ് ആയിരിക്കും. ഇതിനകത്ത് അങ്ങനെയല്ല. ഇൻഫോടൈം സിസ്റ്റം വരുന്ന 14.5 ഇഞ്ച് നമ്മൾ പുതിയ ഹാരിയറിൽ കണ്ടതായിരിക്കും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് നമ്മൾ ഇത്രയും കാലം കണ്ട സെയിം 10.25 ഇഞ്ച് തന്നെയാണ്. പക്ഷേ ഡ്രൈവറിൻ്റെ ഇപ്പുറത്തെ
ഇപ്പുറത്തുള്ള ഡിസ്പ്ലേ, അതായത് കോ പാസഞ്ചറിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ ഒരു 12.3 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. സോ മൂന്ന് സൈസിലുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ യൂസബിൾ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് XUV9 ഇത് വന്നപ്പോൾ ഈവൻ പണ്ട് മെർസിഡീസിൻ്റെ EQSലാണ് ഇത് ആദ്യമായിട്ട് വന്നതെന്ന് തോന്നുന്നു. അപ്പോഴും ഇതിൻ്റെ യൂസബിലിറ്റി ഫാക്ടറൊക്കെ കുറച്ച് ക്വസ്റ്റനബിൾ ആയിരുന്നു. ആരെങ്ങനെ യൂസ് ചെയ്യാനാണ്, എന്തിന് യൂസ് ചെയ്യാനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ സ്റ്റിൽ അവരൊരു ഫാഷനബിൾ സംഭവമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പം ഓക്കെ, നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ സെൻട്രൽ ഡിസ്പ്ലേയുടെ താഴത്തായിട്ടാണ് AC വെൻസ് വരുന്നത്. അതൊക്കെ നീറ്റായിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഈ വാഹനത്തിന് ഇൻറ്റീരിയർ ലേഔട്ട് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള ടാറ്റ വാഹനങ്ങളുമായിട്ട് സാദൃശ്യം തോന്നുന്ന രീതിയിലല്ല അവർ ചെയ്തിരിക്കുന്നത്. കുറേ സംഭവങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇപ്പം സ്റ്റിയറിംഗ് വീൽ, അതുപോലെ ചില സ്ക്രീൻസ് അതൊക്കെയാണ്. പക്ഷേ എന്നാലും ലേഔട്ട് ആസ് സച്ച് എടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു നെക്സോണിലാണ് കയറുന്നത്, അല്ലെങ്കിൽ ഒരു ഹാരിയറിലാണ് കയറുന്നത്, അല്ലെങ്കിൽ സെയിം ഡാഷ്ബോർഡ് ഡിസൈൻ പോലെ തോന്നുന്നു എന്നുള്ള ആ ഒരു സംഭവം വരില്ല. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ലേഔട്ട് പോലെ തന്നെ തോന്നുള്ളൂ. പിന്നെ നമുക്കറിയാം ഈ വണ്ടി ഒരു ടോൾ ബോയ് ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്നവർക്ക് ഹെഡ് റൂമിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ എത്രയൊക്കെ പൊക്കമുള്ള ആളാണെങ്കിലും ഇനിയിപ്പോൾ നീ റൂമിന് പ്രശ്നം വന്നാലേ ഉള്ളൂ. അവരിതിൻ്റെ സീറ്റ്സ് ഒന്നും, അതായത് സ്പേസ് ഒന്നും ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം, അത്രേ ഉള്ളൂ. പിന്നെ ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ ഉണ്ടാകും, കാരണം ഇത് 5 സീറ്റർ മോഡലാണ്. 7 സീറ്റ്സ് ഒന്നും വരുന്നതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഇതിൻ്റെ ഒരു സൈസും അതുപോലെ ഡയമെൻഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. ലെഗ് സ്പേസും അത്ര കോംപ്രമൈസ് ആവേണ്ട കാര്യമില്ല, കാരണം ഇത്രയും ലെങ്ത് ഉള്ള വണ്ടിയാണ്. പിന്നെ അവർക്ക് വേണമെങ്കിൽ ബൂട്ട് സ്പേസ് ഒരു ഇത്തിരി പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പേസും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അക്കാര്യം അത്യാവശ്യം നന്നായിട്ട് ടാറ്റ കവർ ചെയ്യേണ്ടതാണ്. സ്പേസ് മാനേജ്മെൻറ്റ് ടാറ്റ പൊതുവെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പോട്ടായ എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി കൂടെ നമുക്ക് സംസാരിക്കാം. ഒന്ന് ഡീസൽ എഞ്ചിനാണ്. ഈ വാഹനത്തിൽ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത് ഇപ്പോൾ നോർമലി ഈ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ പോലൊക്കെ തന്നെയാണ്. ഇപ്പം നമുക്ക് കർവ് വേണേൽ പറയാം, ടാറ്റയുടെ ഒരു പെർഫോമായിട്ട് ഒരു കൂപ്പ SUV എന്നുള്ള രീതിയിൽ അതവർ ക്രെറ്റയ്ക്കുള്ള കോമ്പറ്റീഷൻ പോലെയാണ് ഇറക്കിയത്. പക്ഷേ എല്ലാ മാസവും അതിൻ്റെ സെയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തുടങ്ങിയപ്പോൾ 5000 ആയിരുന്നു, പിന്നെ 4000 ആയി, പിന്നെ 3500 ആയി, പിന്നെ 3000, 2000, ഇപ്പോൾ 1500 നിലവിൽ നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 1500 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കർവിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലായിരിക്കും ഈ വാഹനത്തിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസിലാണെങ്കിലും അതിലും ഒരുപടി മുന്നിലാണ് എല്ലാ സംഭവങ്ങളും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബേസ് എഞ്ചിനായിട്ട് കിട്ടാൻ പോകുന്ന 1.5 ലിറ്റർ NA പെട്രോൾ എഞ്ചിനാണ്. 1.2 ടർബോ ഒന്നുമല്ല. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന നോർമൽ സ്റ്റാൻഡേർഡ് എഞ്ചിൻസ് പോലെ ഇപ്പോൾ ക്രെറ്റയിലൊക്കെ 1.5 NA ഉണ്ട്, സെൽറ്റോസിലുണ്ട്, ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും 1.5 NA ആണ് വരുന്നത്. ആകപ്പാടെ ഫോക്സ്വാഗൻ ട്വിൻസിലും പിന്നെ വേറെ ചില വണ്ടികളും മാത്രമേ ടർബോ എഞ്ചിൻസ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ അതാണ് ഒരു കാര്യം. പിന്നെ ടർബോ പെട്രോളായിട്ട് വരുന്ന ഈ സെയിം 1.5 NAയുടെ തന്നെ ഒരു ടർബോ വേർഷൻ. ആക്ച്വലി ആദ്യം അവർ ഡെവലപ്പ് ചെയ്ത ടർബോ ചാർജ് TGDI മോഡലാണ്. അതിൻ്റെ തന്നെ ടർബോ ഇല്ലാത്ത മോഡലാണ് അവർ ബേസിക് വേരിയൻസിൽ NA എഞ്ചിനായിട്ട് കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ഈ ടർബോ ചാർജ്ഡ് മോഡൽസിൻ്റെ പവർ ഫിഗേഴ്സ് നമുക്കറിയാം. 170 PS അതുപോലെ 280 Nm ടോർക്കോ ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടാവും. അത് ഡ്യുവൽ ക്ലച്ച് ആയിരിക്കുമോ അതോ ടോർക്ക് കൺവെർട്ടർ ആയിരിക്കുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ എന്തായാലും 1.5 TGDI ഓട്ടോമാറ്റിക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അടുത്ത ഡീസൽ എഞ്ചിനാണ്. നമുക്കിപ്പോൾ ഹാരിയറിലൊക്കെ കിട്ടുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 170 PS 350 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡീസൽ എഞ്ചിനാണ്. ആൻഡ് 6 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലാണ് ഈ എഞ്ചിൻ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തെ പറ്റി റൂമേഴ്സ് ആയിട്ടും അതുപോലെ കൺഫേം ഡീറ്റെയിൽസ് ആയിട്ടും അറിയാൻ പറ്റുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ അവർ വഴിയെ TC ചെയ്ത് പറഞ്ഞോളും. നവംബർ 25 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്ത് സമയമുണ്ട്. ടാറ്റയ്ക്ക് TC ചെയ്യാനും ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടൈം തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.